അങ്ങനെ ദമ്മിട്ട് ജസ്റ്റ് ഞങ്ങളും കൂടിക്ക് മാറി നിൽക്കുന്ന ആ ഒരു കുറച്ച് സമയം കൊണ്ട് ചിക്കൻ ബിരിയാണി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. പിന്നെ ആകെ മൊത്തം സങ്കടമായി. എന്നാലും അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടോ. അത്യാവശ്യം ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വലിയ കുഴപ്പമില്ല വിചാരിച്ച് ഞങ്ങൾ കഴിച്ചിട്ടോ. ഉണ്ടാക്കി വെച്ച ഭക്ഷണം പിന്നെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് കൂടിയുണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ടാവില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ രണ്ടാളും പോയി ജസ്റ്റ് ഒന്ന് പുറപ്പെട്ടതിന് ശേഷം ഇവിടെ അടുത്ത് നെടുങ്കായം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ അങ്ങോട്ട് പോവേന് കേട്ടോ. അതിന്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ചുകൂടി ഉള്ളോട്ട് നല്ലോണം പോയിട്ടുണ്ടെങ്കിലേ ആ ഒരു സ്പോട്ടിലേക്ക് എത്തുള്ളൂ കേട്ടോ. ഒന്ന് വഴിക്ക് എത്രത്തോളം ഭംഗിയുള്ള സംഭവങ്ങൾ അറിയാം. അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് അത്രയും എന്താ പറയാ, തേക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടേനു അതിനകത്ത് നടന്ന് കാണാൻ മാത്രം. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ശവകുടീരുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുളിക്കാൻ ഇറങ്ങിയ സായിപ്പ് അവിടെ മുങ്ങി മരിച്ചു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇരിക്കുന്ന സ്പോട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സായിപ്പാണ് പോലും ഇവിടെ ഇത്രയും അധികം തേക്കൊക്കെ നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. എന്താ അല്ലേ ഓരോ മനുഷ്യന്മാരെ കഥകള്. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഒന്ന് നടന്നപ്പോണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരുന്നത്. മഴ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പെടും, കാരണം ഞങ്ങളിൽ കുടയില്ല. പിന്നെ അത്യാവശ്യം അവിടെ ഒരു ചായപ്പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് 4 ചായയും കുടിച്ച് അവിടെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഓരോന്നും കാണിച്ചു തന്നിട്ട് ഏട്ടൻ അത് ഇതാണ് മറ്റേത് മറിച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി തരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകാൻ നോക്കിട്ടോ. പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി അങ്ങ് സെറ്റ് ആവാത്തത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പം അവിടുന്ന് ഞങ്ങൾ ബ്രോസ്റ്റഡ് വാങ്ങിയിട്ട് അത്യാവശ്യം വീട്ടിൽ പോയിട്ട് ഇരുന്ന് കഴിക്കാന്നാണ് വിചാരിച്ചത്. അത് എന്താന്ന് വെച്ചാൽ ഷോപ്പിൽ നിന്ന് കഴിക്കുമ്പം രസമാണ്, അത് വേറെ തന്നെ ഒരു രസമാണ്. പക്ഷെ വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴുള്ള ഫീല് കിട്ടൂലല്ലോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അത് വാങ്ങിയിട്ട് ഓരോ വീട്ടിലേക്ക് നേരെ പോയിട്ടോ.